ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയാണ്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നമ്മൾ മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെങ്തി ആയി പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. പ്രവർത്തനം 1 നോക്കാം. CE 8ാം നൂറ്റാണ്ട് മുതൽ വടക്കേ ഇന്ത്യയിൽ ഡൽഹി ആയിരുന്നു അധികാര കേന്ദ്രം. തെക്കേ ഇന്ത്യയിൽ 17ാം നൂറ്റാണ്ടിൽ മറാത്തകൾ പ്രബല ശക്തിയായി. CE 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം ഇന്ത്യ ചരിത്രത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? 4 ഓപ്ഷൻസ് ആണുള്ളത്. ചരിത്രാതീത കാലഘട്ടം, മധ്യകാലഘട്ടം, ചരിത്ര കാലഘട്ടം, ആധുനിക കാലഘട്ടം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മധ്യകാലഘട്ടം. അപ്പോൾ അത് ആരൊക്കെ അതിൽ ശരിയുത്തരം എഴുതിയിട്ടുണ്ട്? ശരിയുത്തരം എഴുതിയവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ 2ാമത്തെ ചോദ്യം, ചിത്രങ്ങൾ നിരീക്ഷിച്ച് ഡൽഹിയും മറാത്തയും അധികാര കേന്ദ്രമാകാൻ കാരണമായ ഭൂമിശാസ്ത്ര പ്രത്യേകതകളെക്കുറിച്ച് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് തയ്യാറാക്കി നോക്കാം. ഡൽഹി അധികാര കേന്ദ്രമാകാൻ സഹായിച്ച പ്രധാന ഭൂമിശാസ്ത്ര സവിശേഷതയാണ് ആരവല്ലി പർവ്വതനിര, യമുന നദി, സിന്ധു ഗംഗാ സമതലം എന്നിവ ഡൽഹിയെ അധികാര കേന്ദ്രമാക്കുന്നതിന് സഹായിച്ചതാണ്. അപ്പോൾ ആ പോയിന്റ് എന്തായാലും നിങ്ങൾ എഴുതണം. ആരവല്ലി പർവ്വതനിര, യമുന നദി, സിന്ധു ഗംഗാ സമതലം. ഓക്കെ. ഇനി അടുത്തത് നമ്മൾ മറാത്തയെ സംബന്ധിച്ച് നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് എഴുതേണ്ട പോയിന്റുകൾ എന്താണ്? വിദ്യ, സത്പുര പർവ്വതനിരകൾ, നർമ്മദ, താപ്തി എന്നീ നദികളുമാണ് മറാത്തയെ അധികാരത്തിലെത്താൻ സഹായിച്ചത്. 2 പ്രദേശങ്ങൾക്കും ആവശ്യമായ സംരക്ഷണം, ജലസമ്പത്തും ലഭിച്ചു. അപ്പോൾ ഈ പോയിന്റുകൾ വിട്ടുപോകരുത്. ഓക്കെ. 3 മാർക്കാണ് ഈ പോയിന്റുകളൊക്കെ എഴുതിയാലും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ. ഓരോ ആക്ടിവിറ്റിയും 5 മാർക്കിനാണ്. അപ്പോൾ ആദ്യത്തെ മധ്യകാലഘട്ടം 1 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇത് 3 മാർക്കിൻ്റെ ചോദ്യമാണ്. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. CE 8ാം നൂറ്റാണ്ടിൽ ഏതു രാജവംശത്തിൻ്റെ ഭരണകാലത്താണ് ഡൽഹി ആദ്യമായി അധികാര കേന്ദ്രമാകുന്നത്? മംലുക്, തൊമര, ചൗഹാൻ രാജവംശം, അടിമവംശം. അപ്പോൾ നമുക്കറിയാം എന്താണ് തൊമര രാജവംശം. ഓക്കെ. അപ്പോൾ ആക്ടിവിറ്റി 1 പ്രവർത്തനം 1 കഴിഞ്ഞു. 3 എണ്ണത്തിന് ശരിയായ ഉത്തരം എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് 5 മാർക്കാണ് കിട്ടുക. ഇനി അടുത്ത പ്രവർത്തനം 2 നോക്കാം. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയും മണ്ണും കാലാവസ്ഥയും എല്ലാം കൃഷിക്ക് ഏറ്റവും അനുകൂലമാണ്. ഇതിനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ജീവിത ശൈലിയിലേക്കാണ് നാം മാറേണ്ടതുണ്ട്. ഓരോ കുടുംബവും അവരവർക്കായുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതുക. 2ാമത്തെ ചോദ്യം, സംസ്ഥാന ഹോർട്ടിക്കൾച്ചറൽ മിഷന്റെ ലക്ഷ്യത്തിൽ പെടാത്തത് ഏത്? 4 ഓപ്ഷൻസ് ഉണ്ട്. പച്ചക്കറി കൃഷി, സുഗന്ധവിള കൃഷി, റബ്ബർ കൃഷി, കൂൺകൃഷി. നിങ്ങൾ ഏതാണ് എഴുതിയത്? റബ്ബർ കൃഷിയല്ലേ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, റബ്ബർ കൃഷിയാണ്. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. ഓരോ കുടുംബവും അവരവർക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? എന്താണ്? പച്ചക്കറി ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത നേടുന്നു. ആദ്യത്തെ നമുക്ക് എന്താ എഴുതാം? നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മൾ സ്വയം പര്യാപ്തതയാണ് അവിടെ നേടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? പച്ചക്കറി ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത നേടുന്നു എഴുതാം. വിഷമില്ലാത്ത പച്ചക്കറിയുടെ ഉൽപ്പാദനം. ഓക്കെ. സാമ്പത്തിക ലാഭം അല്ലേ? പച്ചക്കറി വാങ്ങുന്ന പൈസ നമുക്ക് ലാഭിക്കാം. ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നില്ല. പിന്നെ മനസ്സിനൊരു ഉല്ലാസമാണ്. പച്ചക്കറിയുടെ അടുത്ത് പോകുമ്പോഴും അതിന് നനച്ചു കൊടുക്കുമ്പോഴും അതിൽ കായ്കൾ ഉണ്ടാക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഭയങ്കര സന്തോഷം ഉണ്ടാവുന്നത്. അപ്പോൾ അതും നമുക്ക് എഴുതാം. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 3. 1526 മുതൽ ഡൽഹി മുഗൾ ഭരണത്തിന് കീഴിലായി. CE 9ാം നൂറ്റാണ്ട് മുതൽ ദക്ഷിണേന്ത്യയിൽ ചോള രാജവംശം പ്രബലമായി. അപ്പോൾ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. താഴെ പറയുന്നത് ശരിയല്ലാത്തൊരു പ്രസ്താവന ഉണ്ട്, അത് കണ്ടെത്തി എഴുതാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കൂ. 1ാം പാനിപ്പറ്റ് യുദ്ധത്തിൽ ബാബർ ഡൽഹി പിടിച്ചെടുത്തു. കറക്റ്റ് തന്നെയല്ലേ? 1ാം പാനിപ്പത്ത് യുദ്ധം ഉണ്ടായത് ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലാണ്. ആ ഒരു യുദ്ധത്തിലാണ് മുഗൾ ഭരണ സ്ഥാപിതമായത്. ഇനി മാൻസബ്ദാരി സിസ്റ്റം അക്ബർ നടപ്പിലാക്കി, അതും ശരിയാണ്. മുഗൾ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ വിസ്തൃതമായത് അക്ബറുടെ കാലത്താണ്. അത് തെറ്റായൊരു പ്രസ്താവനയാണ്. നമ്മൾ പഠിച്ചതാണ് മുഗൾ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ വിസ്തൃതമായത് ഔറംഗസേബിൻ്റെ കാലത്താണ്.
അപ്പോൾ അത് ഒരു തെറ്റായ ഉത്തരമാണ്. ഔറംഗസേബിന് ശേഷം മുഗൾ സാമ്രാജ്യം ദുർബലമായി. അപ്പോൾ ഇതിൽ മൂന്നും ശരിയാണ്. ഈ മൂന്നാമത്തെ ഓപ്ഷൻ, അതായത് മുഗൾ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ വിസ്തൃതമായത് അക്ബറുടെ ഭരണകാലത്ത് എന്നത് തെറ്റായ പ്രസ്താവനയാണ്. അതിൻ്റെ ശരിയായ ഉത്തരം എന്താണ്? ഔറംഗസേബാണ്. ഓക്കെ, ഇനി ചിത്രം നിരീക്ഷിച്ച് ചോള സാമ്രാജ്യം ഇന്ത്യക്ക് പുറത്തെ ഏതൊക്കെ രാജ്യങ്ങളിൽ വ്യാപിച്ചിരുന്നു എന്നെഴുതുക. അപ്പോൾ ഇത് നമ്മൾ എഴുതി നമുക്ക് ഏതൊക്കെ രാജ്യത്തിലാണ്? മലേഷ്യ, ഇന്തോനേഷ്യ, പിന്നെന്തായിരുന്നു? ശ്രീലങ്ക. അത് ഇവിടെ തന്നെ തന്നിട്ടുണ്ടല്ലേ. ശ്രീലങ്ക, മലേഷ്യ, ഇന്തോനേഷ്യ ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ അത് നോക്കി എഴുതിയാൽ മതി. ഓക്കെ, ഇനി ചോള സാമ്രാജ്യം അയൽരാജ്യങ്ങളിലേക്ക് വ്യാപിക്കാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ എന്താണ്? ചോള രാജ്യത്തിൽ ശക്തമായ നാവിക സൈന്യം ഉണ്ടായിരുന്നു. എല്ലാ രാജവംശത്തെ നമ്മൾ നോക്കുകയെന്ന് വെച്ചാൽ അത് അവർക്ക് ശക്തമായൊരു നാവിക സൈന്യം ഇല്ലാണ്ട് അവർക്ക് ഈ രാജ്യങ്ങളെയൊന്നും കീഴ്പ്പെടുത്താൻ കഴിയില്ല. പിന്നെ മികച്ച സൈനികരുണ്ടായിരുന്നു, ആയുധ ശേഖരണം ഉണ്ടായിരുന്നു. ഇതൊക്കെ ചോള സാമ്രാജ്യം വിസ്തൃതമാകാൻ സഹായിച്ച കാര്യങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ച വിദേശ സഞ്ചാരികളുടെ സഞ്ചാരക്കുറിപ്പിലെ പ്രധാന മേഖലകളാണ് നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണത്? കൃഷിയും കൈത്തൊഴിലും, നഗരങ്ങളും വാണിജ്യങ്ങളും, തൊഴിൽ കേന്ദ്രങ്ങൾ, വിജ്ഞാന കേന്ദ്രങ്ങൾ. നൽകിയിരിക്കുന്ന സഞ്ചാരക്കുറിപ്പ് വായിച്ച് മേഖലകൾ ക്രമപ്പെടുത്താനാണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് എന്താണ്? ഫസ്റ്റ് വൺ, കാർഖാനകൾ പ്രവർത്തിക്കുന്ന വലിയ മുറികൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. അതെന്താണ്? തൊഴിൽ കേന്ദ്രങ്ങളാണ്. അതെന്താണ്? തൊഴിൽ കേന്ദ്രങ്ങളാണ്. ഫസ്റ്റ് വൺ ഇതാണ്. കാർഖാനകൾ പ്രവർത്തിക്കുന്ന വലിയ മുറികൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. അതെന്താണ്? തൊഴിൽ കേന്ദ്രങ്ങളാണ്. ഇനി അടുത്തത് ഫസ്റ്റ് വൺ ഇതാണ്, തൊഴിൽ കേന്ദ്രങ്ങൾ. രണ്ടാമത്തേത്, നമ്മൾ ഇന്ത്യക്കാർക്ക് ഏത് ഭാഷയിലും സംസാരിക്കാനാവും, എന്നാൽ മറ്റുള്ളവർക്ക് നമ്മുടെ ഭാഷ വഴങ്ങാൻ ബുദ്ധിമുട്ടാണ്. വിജ്ഞാന കേന്ദ്രങ്ങളാണ്, അതുമായിട്ട് ക്രമപ്പെടുത്തേണ്ടത്. ഇനി അടുത്ത് നോക്കാം. ധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിനും കന്നുകാലികളെ മേയ്ക്കുന്നതിനും ഭരണാധികാരികൾക്ക് ഭൂമിക്കരവും മേച്ചിൽക്കരവും കൊടുക്കണം. അതെന്താണ്? കൃഷിയും കൈത്തൊഴിലുമാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് എന്തെന്ത് എഴുതാം? കൃഷിയും കൈത്തൊഴിലും. ഓക്കെ, വിജയനഗരം എന്ന മഹാനഗരി കീഴ്ക്കാൻ തൂക്കായ മലനിരകൾ കരിയിലാണ്. അത് നഗരവും വാണിജ്യവും. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത് നോക്കാം. മുഗൾ കാലഘട്ടത്തിലും സൽത്തനത്ത് കാലഘട്ടത്തിലും ഉദ്യോഗസ്ഥർക്ക് വേതനമായി ഭൂമി പതിച്ചു കൊടുത്തിരുന്ന സമ്പ്രദായം ഏതെല്ലാം പേരുകളിലാണ് അറിയപ്പെടുന്നത്? മുഗൾ കാലഘട്ടം അറിയപ്പെടുന്നത് എന്തായിരുന്നു? ജാഗീർദാരി എന്നായിരുന്നു. എന്തായിരുന്നു? മുഗൾ കാലഘട്ടത്തിൽ നമ്മൾ അത് അറിയപ്പെട്ടിരുന്നത് ജാഗീർദാരി ആയിരുന്നു. സൽത്തനത്തിൽ അത് ഇഖ്ത സമ്പ്രദായമായിരുന്നു. ഇഖ്ത. ഓക്കെ, അപ്പോൾ ഭൂമി കൊടുത്തിരുന്ന സമ്പ്രദായത്തെ ജാഗീർദാരി എന്നാണ് മുഗൾ കാലഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത്. സൽത്തനത്തിൽ അത് ഇഖ്ത എന്നാണ്. ഇനി അടുത്തത്, മുഗൾ കാലഘട്ടത്തിലെ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകളാണ് നൽകിയിരിക്കുന്നത്. ശരിയായ പ്രസ്താവന കണ്ടെത്തി എഴുതുക. ഒന്നാമത്തേത് ഇതാണ്. ജാതി, മതം, സമ്പത്ത് തുടങ്ങിയവയൊന്നും സാമൂഹിക പദവികൾ നിർണ്ണയിക്കുന്നതിൽ പങ്കുവഹിച്ചിരുന്നില്ല. എല്ലാവർക്കും ഒരേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഉണ്ടായിരുന്നത്. കൈത്തൊഴിലുകളിലും കൃഷിയിലും ഉൾപ്പെട്ടിരുന്നവർ സമൂഹത്തിലെ താഴെ തട്ടിലായിരുന്നു. സതി, ശൈശവ വിവാഹം തുടങ്ങിയ അനാചാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൽ ഒരു ശരിയായ പ്രസ്താവന എന്തായിരുന്നു? കൈത്തൊഴിലുകളിലും കൃഷിയിലും ഏർപ്പെട്ടിരുന്നവർ സമൂഹത്തിലെ താഴത്തെ തട്ടിലായിരുന്നു. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്. മുഗൾ കാലഘട്ടത്തിലെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതി ആധുനിക സമൂഹത്തിന് യോജിച്ചാണോ? എന്തുകൊണ്ട്? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? എല്ലാവർക്കും തുല്യ പ്രാധാന്യവും തുല്യനീതിയും ഉണ്ടാവണം. മുഗൾ സാമ്രാജ്യകാലത്ത് അതായിരുന്നു ഉള്ളത്. മുഗൾ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ജാതി, മതം, സമ്പത്ത് തുടങ്ങിയവയൊന്നും സാമൂഹിക നിർണ്ണയിക്കത്തെ പങ്കുവഹിച്ചിരുന്നു. ജാതി അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു പദവികൾ നിർണ്ണയിച്ചിരുന്നത്. മതത്തെ അടിസ്ഥാനമാക്കി, അതേപോലെ സമ്പത്തിനെ അടിസ്ഥാനമാക്കിയിട്ടൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത് സമൂഹത്തിൽ പദവി നിർണ്ണയിച്ചിരുന്നത്. അപ്പോൾ എല്ലാവർക്കും തുല്യ പ്രാധാന്യവും തുല്യനീതിയും ഉണ്ടാകണം. പിന്നെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാത്തൊരു സമൂഹമായിരിക്കണം. പണ്ടത്തെ കാലത്ത് പലവിധ അനാചാരങ്ങളായിരുന്നു അല്ലേ? സതി, ശൈശവ വിവാഹം തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു വിലയിരുത്തക്കുറിപ്പ് തയ്യാറാക്കുക. അതിൻ്റെ പോയിന്റ്സ് ഒക്കെ ഇവിടെ തൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പ്രവർത്തനം 6. ഗ്രാമീണ ജീവിത രീതിയിൽ നിന്ന് നാഗരികതയിലേക്ക് മാറിയ മലയാളി ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് മാലിന്യ സംസ്കരണം. മാലിന്യം വീട്ടിൽ തന്നെ സംസ്കരിക്കുന്നതിന് ഏതെങ്കിലും 2 പദ്ധതികൾ
നിർദ്ദേശിക്കുക. രണ്ടാമത്തെ ചോദ്യം, മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഒരു പോസ്റ്റർ തയ്യാറാക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? അപ്പം നമുക്ക് എന്തൊക്കെ മാലിന്യം വീട്ടിൽ സംസ്കരിക്കുന്നതിന് നമുക്ക് എന്തൊക്കെ 2 മാർഗ്ഗങ്ങൾ പറഞ്ഞാലോ? വീട്ടിലെ മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിച്ച് ജൈവവളമാക്കുക, മണ്ണിൻ്റെ കമ്പോസ്റ്റ് തയ്യാറാക്കാം, ജൈവ മാലിന്യങ്ങൾ ഉപയോഗിച്ച് ബയോഗ്യാസ് നിർമ്മിക്കാം. അപ്പം നമുക്കൊരു പോസ്റ്റർ ഉണ്ടാക്കാം. പോസ്റ്റർ എന്താണ്? പോസ്റ്ററിന് നിങ്ങൾ ഡിസൈനൊക്കെ കൊടുക്കണം, ഒരു ചിത്രമൊക്കെ അതിൻ്റെ ഉള്ളിൽ വരയ്ക്കണം. നമ്മുടെ വീട്ടിലെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തം, പുനരുപയോഗിക്കാം, പുനർനിർമ്മിക്കാം, മാലിന്യമുക്ത കേരളം നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം തുടങ്ങി എന്തെങ്കിലും മെസ്സേജൊക്കെ നിങ്ങൾ എഴുതുക. പിന്നെ കുറച്ച് ചിത്രങ്ങളൊക്കെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ചിത്രങ്ങളൊക്കെ നിങ്ങൾ വരയ്ക്കുക. എന്നിട്ട് മനോഹരമാക്കുക. വളരെ സിമ്പിൾ ചോദ്യങ്ങളാണ്. നൽകിയിരിക്കുന്ന പട്ടിക പരിശോധിച്ച് സാധനം, സേവനം ഇവ തമ്മിലുള്ള വ്യത്യാസം നിർണ്ണയിക്കുക. ഇവിടെ സാധനം അരി, വസ്ത്രം, ഔഷധം. സേവനം കർഷകൻ, അരിമില്ല്, കച്ചവടക്കാർ. ഓക്കെ. വസ്ത്രം കോട്ടൺ, കൃഷി, നൂൽക്കൽ, വസ്ത്രനിർമ്മാണ കമ്പനി, ടെക്സ്റ്റൈൽ ഷോപ്പ്, തയ്യൽക്കാരൻ. ഔഷധം ഡോക്ടർ, മരുന്ന് കമ്പനി, മെഡിക്കൽ ഷോപ്പ്. സാധനം, സേവനം എന്താണെന്നുള്ളതിൻ്റെ നിങ്ങൾ നിർവചനം നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തേത് കൂട്ടത്തിൽപ്പെടാത്ത ഏതാണ്? പോസ്റ്റ് കാർഡ്, പോസ്റ്റ് ബോക്സ്, പോസ്റ്റ് കവർ, പോസ്റ്റ് ഓഫീസ്. അപ്പോൾ കൂട്ടത്തിൽപ്പെടാത്ത ഏതാണ്? പോസ്റ്റ് ഓഫീസാണ്. ഇനി ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ പരമാവധി സ്വയം ഉൽപ്പാദിപ്പിക്കണം. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ഇതിനോട് നമ്മൾ ഭാഗികമായിട്ട് യോജിക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനവും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. എല്ലാ സാധനങ്ങളും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങൾ, അതായത് പച്ചക്കറി നമുക്ക് ഉൽപ്പാദിപ്പിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളല്ലാണ്ട് എല്ലാം നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കുള്ള എല്ലാ സാധനങ്ങൾക്കും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. നോക്കൂ, കേരളത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ചിട്ടുള്ള വിവിധ ഇനം വിളകളാണ് ഇവിടെ. ചേന, മരിച്ചീനി, തെങ്ങ്, നെല്ല്, വാഴ, കാപ്പി, പിന്നെ അതേപോലെ തേയില, ഗ്രാമ്പു, ഏലം, റബ്ബർ. ഓക്കെ. തമിഴ്നാട്, കർണാടക ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഭൂപ്രകൃതി അനുസരിച്ച് എന്താക്കണം, വിളകളെ തരംതിരിച്ച് പട്ടികപ്പെടുത്തണം. അപ്പോൾ നമുക്കറിയാം നമ്മൾ കേരളത്തിലെ ഭൂവിഭാഗങ്ങൾ എന്താണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ 3 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. അതിൽ മലനാട്ടിൽ വരുന്നതാണ് തേയില, കാപ്പി, ഏലം. ഇടനാട്ടിലാണ് മരച്ചീനി, വാഴ, ചേന, മഞ്ഞൾ. അതേപോലെ തീരപ്രദേശത്താണ് നെല്ല്, തെങ്ങ്. ഓക്കെ. മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പോൾ തേയില, കാപ്പി, ഏലം തുടങ്ങിയവയൊക്കെ മലനാട്ടിൽ വരുന്നതാണ്. ഇടനാട്ടിൽ വരുന്നതാണ് മരച്ചീനി, വാഴ, ചേന, മഞ്ഞൾ. തീരപ്രദേശത്ത് വരുന്നതാണ് നെല്ല്, തെങ്ങ്. ഓക്കെ. അപ്പോൾ ഇത്ര 8 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് വെറും 6 പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി. അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന 6 എണ്ണം നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന 6 എണ്ണം ഇതിൽ ഉണ്ട് അല്ലേ? അപ്പോൾ എല്ലാവർക്കും പരീക്ഷ എളുപ്പമായിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ആദ്യം തന്നെ ഒരു ലൈക്ക് ചെയ്യുക. അതേപോലെ 6ാം ക്ലാസ്സിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരുപാട് വീഡിയോസ് 6ാം ക്ലാസ്സിലുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ സെപ്റ്റംബറിൽ നടന്ന ഓണപരീക്ഷയുടെ ആൻസർക്കിയാണ് നമ്മൾ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ഒന്നായിട്ട് കാണാം. എല്ലാ സബ്ജക്റ്റിൻ്റെ ഒന്നായിട്ട് കാണാം. ഒരു പ്ലേലിസ്റ്റിൽ അത് ക്രമീകരിച്ചിട്ടുണ്ട്. പ്ലേലിസ്റ്റ് ഏതാണ്? ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ നിങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ പ്ലേലിസ്റ്റ് ബട്ടണ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഓണം എക്സാം 2024 ക്ലാസ് 6 എന്ന് പ്രത്യേകമായിട്ടുണ്ട്. ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റ് വേറെ ഉണ്ട്. ഈ സെപ്റ്റംബറിൽ നടന്നത് ഓണം എക്സാം 2024 ക്ലാസ് 6, ക്ലാസ് 7ൻ്റെയും ക്ലാസ് 8ൻ്റെയും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ക്ലാസ് 6 ആണല്ലോ. അപ്പോൾ ക്ലാസ് 6 നിങ്ങൾക്ക് സെലക്ട് ചെയ്താൽ അതിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ്, കണക്ക്, അതേപോലെ തന്നെ ബേസിക് സയൻസ്, അടിസ്ഥാന ശാസ്ത്രം, സോഷ്യൽ സയൻസ്, ഹിന്ദി തുടങ്ങിയ എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും എന്ന് നിങ്ങൾക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.